ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോശുവ അധ്യായം 24 ബൈബിൾ ക്വിസ്. യോശുവ ഇസ്രയേൽ ഗോത്രങ്ങളെയെല്ലാം എവിടെയാണ് വിളിച്ചു കൂട്ടിയത്? ശേഖേമിൽ. യോശുവ ഇസ്രയേൽ ഗോത്രങ്ങളിൽ ആരെയെല്ലാമാണ് ശേഖേമിൽ വിളിച്ചു കൂട്ടിയത്? ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും. ഇസ്രായേൽ ഗോത്രങ്ങളിലെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും ശേഖേമിൽ വിളിച്ചു കൂട്ടിയപ്പോൾ അവർ എവിടെയാണ് വന്നു നിന്നത്? അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു. അബ്രഹാമിന്റെയും നാഹോറിന്റെയും പിതാവാര്? തേരഹ്. യോശുവ ദൈവമായ യഹോവയുടെ അരുളപ്പാട് അറിയിക്കുമ്പോൾ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് എന്തു ചെയ്തിരുന്നതായി പറയുന്നു? അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. യോശുവ ദൈവമായ യഹോവയുടെ അരുളപ്പാട് അറിയിക്കുമ്പോൾ ആര് പണ്ട് നദിക്കക്കരെ പാർത്തു അന്യദൈവങ്ങളെ സേവിച്ചു പോന്നിരുന്നതായി പറയുന്നു? തേരഹ്. അബ്രഹാമിനെ യഹോവ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്നു. പിതാവായ അബ്രഹാമിനെ ഏത് നദിക്കക്കരെ നിന്നാണ് കൊണ്ടുവന്നത്? യൂഫ്രട്ടീസ്. പിതാവായ അബ്രഹാമിനെ എവിടെ സഞ്ചരിപ്പിച്ചു? കനാൻ ദേശത്തൊക്കെയും. യഹോവ അബ്രഹാമിനെ കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവന് എന്തു കൊടുത്തു? അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. യഹോവ ഇസഹാക്കിനെ ആരെയെല്ലാം കൊടുത്തു? യാക്കോബിനെയും ഏശാവിനെയും. ഏശാവിന് യഹോവയിൽ നിന്ന് എന്ത് അവകാശം ലഭിച്ചു? സെയിർ പർവ്വതം. ഏശാവിന് യഹോവ സെയിർ പർവ്വതം അവകാശമായി കൊടുത്തു. എന്നാൽ യാക്കോബും അവന്റെ മക്കളും എവിടേക്ക് പോയി? യാക്കോബും അവന്റെ മക്കളും മിസ്രൈമിലേക്ക് പോയി. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ യഹോവ ആരെയെല്ലാം അയച്ചു? മോശയെയും അഹരോനെയും. യഹോവ മിസ്രൈമിനെ ബാധിച്ചത് എങ്ങനെ? യഹോവ മിസ്രൈമിൽ പ്രവർത്തിച്ച പ്രവർത്തികളാൽ. മിസ്രൈമർ ചെങ്കടൽ വരെ ഇസ്രായേലിന്റെ പിതാക്കന്മാരെ പിന്തുടർന്നതെങ്ങനെ? രഥങ്ങളോടും കുതിരകളോടും കൂടെ.
ഇസ്രായേലിനും മിസ്രൈമ്യർക്കും മധ്യേ യഹോവ എന്താണ് വെച്ചത്? അന്ധകാരം വെച്ചു. യഹോവ എന്ത് അവരുടെ മേൽ വരുത്തി അവരെ മുക്കിക്കളഞ്ഞു? കടൽ. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് മോചിതരായ ശേഷം ഏറിയ കാലം എവിടെ കഴിച്ചു? മരുഭൂമിയിൽ. യഹോവ ഇസ്രായേലിനെ ആരുടെ ദേശത്തേക്ക് കൊണ്ടുവന്നു? യോർദാൻ അക്കരെ പാർത്തിരുന്ന അമ്മോര്യരുടെ ദേശത്തേക്ക്. ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് അവരെ ശപിപ്പിപ്പാൻ മോവാബ് രാജാവായ ബാലാക്ക് വിളിപ്പിച്ചതാരെ? ബെയോരിന്റെ മകനായ ബിലെയാമിനെ. ഇസ്രായേൽ യോർദാൻ കടന്ന ശേഷം എവിടേക്ക് വന്നു? യെരിഹോവിലേക്ക് വന്നു. ഇസ്രായേൽ യോർദാൻ കടന്നപ്പോൾ ആരെല്ലാം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തു? യെരിഹോ നിവാസികൾ അമ്മോര്യർ, പെരിസ്യർ, കനാന്യർ, ഹിത്യർ, ഗിർഗസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവർ. അമ്മോര്യരുടെ ആ 2 രാജാക്കന്മാരെ മുമ്പിൽ നിന്ന് ഓടിക്കാൻ അവരുടെ മുമ്പിൽ യഹോവ എന്താണ് അയച്ചത്? കടുങ്ങലിനെ. അമ്മോര്യരുടെ 2 രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞത് എന്ത് ഉപയോഗിച്ചായിരുന്നില്ല? ഇസ്രായേലിന്റെ വാളുകൊണ്ടല്ല, വില്ലുകൊണ്ടും അല്ല. യഹോവ ഇസ്രായേലിന് എന്തെല്ലാം തന്നു? അവർ പ്രയത്നം ചെയ്യാത്ത ദേശവും അവർ പണിയാത്ത പട്ടണങ്ങളും. അവർ നട്ടിട്ടില്ലാത്ത എന്ത് അവർക്ക് അനുഭവമായിരിക്കുന്നു? മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ആകയാൽ ഇസ്രായേൽ മക്കൾ തന്നെ എങ്ങനെ സേവിക്കണമെന്ന് യഹോവ ആഗ്രഹിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കണം. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ എന്നാണ് യോശുവ ജനങ്ങളോട് പറഞ്ഞത്. അവരുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ അവർ പാർത്തു വരുന്ന ദേശത്തിലെ അമ്മോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ആരെ സേവിക്കാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ എന്നാണ് ജനം പറഞ്ഞത്. യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ. ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവീൻ എന്ന് യോശുവ പറഞ്ഞതിന് ആരെ സേവിക്കുമെന്നാണ് ജനം ഉത്തരം പറഞ്ഞത്. ഞങ്ങളും യഹോവയെ സേവിക്കും, അവനല്ലോ ഞങ്ങളുടെ ദൈവം. യഹോവ എന്തെല്ലാം ചെയ്തതുകൊണ്ട് തങ്ങൾ അവനെ സേവിപ്പാൻ തീരുമാനിച്ചു എന്നാണ് ജനം ഉത്തരം പറഞ്ഞത്.
ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു. ഞങ്ങൾ കാണെ ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നുപോന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തു. ദേശത്ത് പാർത്തിരുന്ന അമ്മോര്യർ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവർക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല എന്ന് യോശുവ പറഞ്ഞത് എന്തുകൊണ്ട്? അവൻ പരിശുദ്ധ ദൈവം, അവൻ തീക്ഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. അതുകൊണ്ട് അവർ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ യഹോവ അവരോട് എന്തു ചെയ്യും? മുമ്പേ അവർക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് അവർക്ക് തിന്മ ചെയ്ത് അവരെ സംഹരിക്കും. യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് ആർ തന്നെ സാക്ഷികൾ എന്ന് യോശുവ പറഞ്ഞു. അവർ തന്നെ സാക്ഷികൾ. യോശുവ ജനത്തോടെ എന്താണ് നീക്കിക്കളയാൻ പറഞ്ഞത്? അവരുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ. യോശുവ ജനത്തോടെ ആരെങ്കിലേക്ക് അവരുടെ ഹൃദയം ചായിപ്പീൻ എന്നാണ് പറഞ്ഞത്. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയിങ്കിലേക്ക്. ജനം യോശുവയോട് എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞു. അന്ന് യോശുവ ജനങ്ങളുമായി എന്താണ് ചെയ്തത്? ഒരു നിയമം ചെയ്തു. ശേഖേമിൽ വെച്ച് യോശുവ എന്ത് കാര്യങ്ങൾ നിശ്ചയിച്ചു? ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. യോശുവ ഈ വചനങ്ങൾ എവിടെയാണ് എഴുതിയത്? ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ. യോശുവ ഒരു വലിയ കല്ലെടുത്ത് എവിടെ നാട്ടി? യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിന് കീഴെ. കരുവേലകം എവിടെയായിരുന്നു? യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെ. ഇതാ ഈ കല്ല് എന്തായിരിക്കട്ടെ എന്നാണ് യോശുവ എല്ലാ ജനങ്ങളോടും പറഞ്ഞത്. ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. ഈ കല്ല് അവർക്ക് ഒരു സാക്ഷിയായിരിക്കേണ്ടത് എന്തുകൊണ്ട്? കല്ല് യഹോവ അവരോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. ആകയാൽ എന്തു സംഭവിക്കാതിരിക്കേണ്ടതിന് ഈ കല്ല് അവർക്ക് ഒരു സാക്ഷിയായിരിക്കണം. അവരുടെ ദൈവത്തെ അവർ നിഷേധിക്കാതിരിക്കേണ്ടതിന്. അങ്ങനെ യോശുവ ജനത്തെ ഓരോരുത്തരെയും എവിടേക്ക് പറഞ്ഞയച്ചു? താന്താങ്ങളുടെ അവകാശത്തിലേക്ക്.
യോശുവ എത്ര വയസ്സുള്ളവനായി മരിച്ചു? 110. അവർ യോശുവയെ എവിടെയാണ് അടക്കം ചെയ്തത്? എഫ്രൈം പർവ്വതത്തിലുള്ള തിമ്നാത്ത് സെരഹിൽ ഗായേഷ് മലയുടെ വടക്കുവശത്ത് അവന്റെ അവകാശ ഭൂമിയിൽ. ഇസ്രായേൽ എത്ര കാലം യഹോവയെ സേവിച്ചു? യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിനു വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് എന്താണ് കൊണ്ടുവന്നത്? യോസെഫിന്റെ അസ്ഥികൾ. ഇസ്രായേൽ മക്കൾ യോസെഫിന്റെ അസ്ഥികൾ എവിടെയാണ് അടക്കം ചെയ്തത്? ശേഖേമിൽ. യാക്കോബ് ആരിൽ നിന്നാണ് ഈ നിലം വാങ്ങിയത്? ശേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട്. യാക്കോബ് എത്ര വിലയ്ക്കാണ് നിലം വാങ്ങിയത്? 100 വെള്ളിക്കാശിന്. നിലം ആർക്ക് അവകാശമായി തീർന്നു? യോസഫിന്റെ മക്കൾക്ക്. എലെയാസാർ ആരുടെ മകനായിരുന്നു? അഹരോന്റെ. എലെയാസാരിനെ എവിടെയാണ് അടക്കം ചെയ്തത്? ഫിനെഹാസിനെ എഫ്രൈം പർവ്വതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ. എഫ്രൈം പർവ്വതത്തിൽ ആരെയൊക്കെയാണ് അടക്കം ചെയ്തത്? യോശുവ, എലെയാസാർ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.